നമ്മുടെ ക്യാൻസറിൻ്റെ ഔട്ട്കം നമ്മൾ നോക്കുന്ന എപ്പോഴും സ്റ്റേജിങ് ഉണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 പിന്നെ അതിൻ്റെ ഹോർമോൺ റിസപ്റ്ററിനെ അനുസരിച്ച് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് അതിൻ്റെ ഒരു എന്തായിരിക്കും ഫ്യൂച്ചർ അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നതെന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിലെല്ലാം പ്രധാനം നമ്മളുടെ ബോഡിയാണ്. ഇപ്പോൾ സ്റ്റേജ് 1 ആണ് 2 പേർക്കും 2 രീതിയിലായിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതും ഓരോ ഡോക്ടറിൻ്റെ അനുസരിച്ച് പല മരുന്നുകളുണ്ട്. അതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അഫോർഡബിലിറ്റി ഓഫ് ദി പേഷ്യൻറ്റ് ഇതെല്ലാം കൂടെ പലപ്പോഴും ചില എക്സ്പെൻസീവ് മെഡിസിൻ ചിലർക്ക് പറ്റൂല. ചിലർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പം ഏത് മരുന്ന് കൊടുത്തു ഇതിലെല്ലാം പ്രധാനം നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ്. മരുന്നിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നമ്മൾ ഈ മരുന്നുകൾ കൊടുക്കുമ്പം ഇപ്പോൾ കീമോതെറാപ്പി ആണെങ്കിലും റേഡിയേഷൻ ആണെങ്കിലും സർജറി ആണെങ്കിലും നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ഒരു ചാലഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ചാലഞ്ചിനെ എത്ര താങ്ങാനുള്ള ശേഷിയുണ്ട് നമ്മളുടെ ബോഡിക്ക്. പിന്നെ നമുക്ക് കിട്ടുന്ന ന്യൂട്രീഷനാണ് ആ സമയത്ത് ഈ ചെയ്യുന്ന സമയത്തും നമ്മളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റിയും ന്യൂട്രീഷനുമാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. പലപ്പോഴും അതൊക്കെ മറന്നു പോകും. നമ്മൾ ക്യാൻസർ എന്ന് കേട്ട് കഴിഞ്ഞാൽ സ്ട്രെസ്സ് കൂടും. പിന്നെ റെസ്റ്റ് ഉണ്ടാവില്ല. ഓരോ ആശുപത്രിയിൽ നിന്ന് ആശുപത്രികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഫുഡൊക്കെ അതിനകത്ത് ഫുഡും ന്യൂട്രീഷനും ഇഗ്നോർ ചെയ്യും. നമ്മൾ ആകെ ഫോക്കസ് ചെയ്യുന്ന കീമോതെറാപ്പി, റേഡിയേഷനും അതിന് വേണ്ടിയിട്ടുള്ള എക്കണോമിക് ബാലൻസ് കൊണ്ടുവരിക ഇങ്ങനത്തെ കാര്യത്തിലായിരിക്കും. അപ്പോൾ അവിടെയാണ് പലപ്പോഴും നമ്മളുടെ ഈ ഇതിൽ തെറ്റുന്നത്. അപ്പം നമ്മൾ അറിയേണ്ടത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫൈനൽ റിസൾട്ട് തരേണ്ടത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്ന മരുന്നുകൾ ക്യാൻസറിനെ ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കുമ്പം നമ്മുടെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് വരുന്നത്. കാരണം ക്യാൻസർ സെല്ലിനെ ഇപ്പോൾ നമ്മൾ റേഡിയേഷൻ വഴി അതിനെ ഇത് ചെയ്യാൻ നോക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ കുറേ നോർമൽ സെല്ലുകളും കൂടെ നശിക്കും. അല്ലെങ്കിൽ കീമോതെറാപ്പിയിലാണെങ്കിലും നമ്മുടെ നോർമൽ സെല്ലും കൂടെ ഡിസ്ട്രോയ് ചെയ്യും. അതിനെയെല്ലാം മാറ്റണം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വേണം അതിനെയൊക്കെ കൊണ്ടുപോയി ഡിസ്ട്രോയ് ചെയ്യാൻ ഒരു ഫ്യൂണറൽ പോലെ നടത്തി അവിടെ നമ്മുടെ ബോഡിയിൽ നിന്ന് മാറ്റണം. അതുകൂടാതെ പുതിയ നോർമൽ സെല്ല് ഡിസ്ട്രോയിഡ് ആകുന്നതിന് പകരം പുതിയ സെല്ലിനെ ഉണ്ടാക്കണം. ഇതിനെല്ലാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വേണ്ടത് ന്യൂട്രീഷനാണ്. അപ്പോൾ അത് വേണ്ടത്രയും കിട്ടാതെ വരുന്നതും കൂടെയാണ് പലപ്പോഴും പല ക്യാൻസർ പേഷ്യൻറ്റും മരിക്കുന്നതിന് കാരണം പലപ്പോഴും ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി വന്നിട്ട് ഇൻഫെക്ഷനൊക്കെ വന്നിട്ടായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പലപ്പോഴും പലരുടെയും ലോങ് ടൈം കീമോതെറാപ്പിയൊക്കെ എടുത്തു കഴിയുമ്പോൾ കൗണ്ട് കുറഞ്ഞു പോകും. അപ്പോൾ ആ സമയത്ത് ഇൻഫെക്ഷൻ വന്ന് ആയിരിക്കും മരണം സംഭവിക്കുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.